വെൽക്കം ബാക്ക് ടു തങ്ങൾ ഷോപ്പി. അപ്പൊ ഗൈസ് ഇന്ന് തോടിട്ടിച്ച് മീൻ പിടിക്കുന്നുണ്ട്. അത്യാവശ്യം മീൻ വരെ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം മീൻ പിടിച്ച ഏരിയ ആണിത്. അപ്പൊ നമുക്ക് വല്ല മീൻ പിടുത്തം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ആരിൽ ഇട്ടിട്ടുള്ളൂ. അസ്ലമേ മഞ്ഞളൊന്നും ഇട്ടില്ല. മഞ്ഞൾ പോയോ? ചാക്കോട് നോക്കട്ടെ, മീൻ നോക്കട്ടെ. അയില ഒരു ചാക്ക് ഫുള്ളായില്ലേ? മഞ്ഞളിട്ടിനോ? ഹെവി മീൻ പിടുത്താടെ നടക്കണം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആ പിന്നെ നെറ്റ് കൊണ്ട് കോരിട്ട് അങ്ങനെ ഇട്ടാണേ. നെറ്റ് കൊണ്ട് കോരിട്ട് അങ്ങനെ ചാക്കിൽ നടക്കാണ്. കണ്ട കൈ കൊണ്ട് പിടിച്ചങ്ങനെ എറിയുന്നുണ്ടാവും. പമ്പിൽ നിന്ന് വെള്ളം അടിച്ച് പോകുന്നുണ്ട്. ആ കോർണറിൽ ഒരു പിടുത്തം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പിടുത്തം നടക്കുന്നുണ്ട്. കണ്ട വല നിറച്ച് മീനാണ്. അസ്ലമേ ആ ചാക്കാണ് ചേച്ചി അങ്ങോട്ട് ചേരാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് ചേച്ചിച്ചാ കെട്ടിനോ? ബിലാൽ കിട്ടീണേ. നല്ല അടുത്ത ബിലാല് ശരിയാൻ കഴിയൂല. ഇതാ കോട്ടിയോണ്ട് കുടുങ്ങിന് മത്സരം. എല്ലാ ഇതൊക്കെ ഫുള്ള് കോട്ടികളാണ്. കോട്ടി എന്ന് പറഞ്ഞ മീനിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ രണ്ട് സൈഡിൽ നല്ല മുള്ളാണ്. ആ മുള്ള് കുടുങ്ങിയിട്ടാണ് വല ഉണ്ടോ. വല തന്നെ വലമെന്ന് തന്നെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. വല നിറച്ച് കൂട്ടി നമ്മൾ കുടുങ്ങിയെടുക്കുന്നുണ്ട്. ആ മീൻ നല്ല മുള്ളുള്ള മീനുണ്ടാവും. കുപ്പായത്തിൽ കുടുങ്ങി. നമ്മളെ ആക്സോ ബ്ലേഡിന്റെ പല്ലുണ്ടല്ലോ അതുപോലത്തെ മുള്ളാണ്. ഉള്ളിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റിട്ട ഇങ്ങോട്ട് വലിക്കുമ്പോൾ മുള്ള് നമ്മളെ ചൂണ്ടക്കൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ മുള്ളാണ്. ഭയങ്കര ഡേഞ്ചർ മുള്ളാണ് അതിൻ്റെ. അപ്പോൾ ഈ മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൽ. അതുപോലെ ആറിലുണ്ട്, മഞ്ഞില്, ഇതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ പരണ്ടല്ലോ, പരൽ ഇഷ്ടംപോലെ പരൽ ഇതിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മടയിൽ എന്തോ ഒരു മീനുണ്ട്. കയ്യിൽ നിന്ന് വായി എടുക്കണുണ്ടോ? മഞ്ഞിലായിട്ട് മഞ്ഞിൽ മടകേട്ട മട അറിഞ്ഞത് മടകേട്ടണ്ട. പോയാ കിട്ടില്ല പിടിച്ച്. ആ മടന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അപ്പളെ മക്കെടുക്കൂല, കയ്യിൽ നിന്ന് പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോന്റെ പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. മീനെ പുകട്ട് പുറത്തടിക്കുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.